Good morning, sir. Let me start the prayer. Yes, okay, Amrita, you start the prayer. Lord, you are more precious than silver. Oh Lord, you are more costly than gold. Lord, you are more beautiful than diamond, and nothing I desire compares with you, and nothing I desire compares with you. Thank you all. Have a great day. Okay. നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ ചർച്ചകളിലൊക്കെ പാടുന്ന പാട്ടിന്റെ സ്റ്റൈൽ ഉണ്ടായിരുന്നു നമുക്ക്. വെരി ഗുഡ്. യെസ്. Then thought of the day. Then signing on. Okay, sir. Okay, Jerusha, continue. Good morning, sir, and my dear friends. Today, October 13th, we observe International Day for Disaster Risk Reduction. This day reminds us of the importance of being prepared and reducing the impact of disasters through awareness and action. Quote, preparedness today can save lives tomorrow. It is a popular awareness slogan often used by the United Nations Office for Disaster Risk Reduction to promote this day. Thank you. Disaster, അല്ലേ ജെറൂഷ? Yes, sir. Yes. ഒരു മാൽത്തസിന്റെ ഒരു തിയറി ഉണ്ട് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട്. അറിയാമോ? അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഒരു എക്സാമ്പിൾ ആണ് പറയണേ, 5 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബെഞ്ച്, ആ ബെഞ്ചിലേക്ക് 5 പേരിരുന്ന് കഴിയുമ്പോൾ ബെഞ്ച് നമ്മളോട് പറയും, ഓക്കെ, ഐ ആം കേപ്പബിൾ, റെഡിയാണ്, കുഴപ്പമില്ല എന്ന് പറയും. നമ്മൾ 6ാമതൊരാളെയും കൂടി ഇരുത്തുകയാണ്. അപ്പൊ ബെഞ്ച് പറയും 5ആണ് എന്റെ കപ്പാസിറ്റി, 6 പേര് പറ്റില്ല കേട്ടോ എന്ന് പറയും. വീണ്ടും നമ്മൾ ഒരാളെയും കൂടി ഇരുത്തുകയാണ്, 7 പേരിരിക്കുന്നു. അപ്പോ ബെഞ്ച് നമ്മളോട് പറയുന്നു 5ആണ് എന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു, 6ആയി, അപ്പൊ ഞാൻ സഹിച്ചു, വീണ്ടും ഒരാളെയും കൂടി, ഇത് എന്താണെന്ന് ചോദിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടിയൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞിട്ട് 8ാമതൊരാളെയും കൂടി ബെഞ്ചിൽ ഇരുത്തുകയാണ്. ഈ സമയത്ത് ബെഞ്ച് പറയും, എനിക്ക് നിങ്ങളെ താങ്ങാൻ പറ്റില്ല, ബെഞ്ച് അങ്ങനെ ഒടിഞ്ഞു കൊടുക്കും, ബെഞ്ച് അങ്ങനെ ഒടിയണം. യെസ്, ഇനി നമുക്ക് പറയാം, ഇത് തന്നെയാണ് ഭൂമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ നിലനിൽക്കാൻ ആവശ്യം, അതിനെ താങ്ങി നിർത്താൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജനസംഖ്യ വരുമ്പോൾ ഭൂമി തന്നെ ചില ദുരന്തങ്ങൾ കൊണ്ടുവരും. അത് ചിലപ്പോൾ വെള്ളപ്പൊക്കമായിരിക്കാം, വരൾച്ചയായിരിക്കാം, ഭൂകമ്പമായിരിക്കാം, ഭൂമി കുലുക്കമായിരിക്കാം, ഭൂവിള്ളലായിരിക്കാം, അങ്ങനെ വരും. എന്നിട്ട് ഒറ്റയടിക്ക് വളരെ എണ്ണം അങ്ങനെ മരിച്ചു വരും. അപ്പൊ ഭൂമി ബാലൻസ് ആയി. അങ്ങനെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മാൽത്തസിന്റെ ഒരു തിയറിയാണ്. യെസ്, ഞാനിപ്പോ ഇവിടെ ജെറൂഷ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ കൊണ്ടുവരുന്നതാണ്. ഈ ഡിസാസ്റ്ററൊക്കെ നമ്മളുടെ ഡിപ്ലോമാറ്റിക് അല്ലാത്ത ഇടപെടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വരുന്നത്. യെസ്, എല്ലാം ഒന്നിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ജീവികളല്ലേ. ഒരെണ്ണം വേറൊരു കണക്റ്റാണ്. അപ്പോ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഒരു കണ്ണി പോയി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള വ്യത്യാസം മൊത്തത്തിലുണ്ടാവും. യെസ്, ചില ജീവികളെ കുറിച്ച് പറയാറുണ്ട്, എന്ന് മനുഷ്യൻ ഭൂമി, ഞാൻ പേര് പറഞ്ഞത്, ഭൂമിയിൽ ഇല്ലാണ്ടാവുന്നു അന്ന് ആ ജീവികളും പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യനുണ്ടെങ്കിൽ മാത്രമേ ആ ജീവികൾക്ക് നിലനിൽക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഒന്ന് വേറെ ഒന്നിനോട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, സോ ബി പ്രിപ്പയർഡ് അഗേൻസ്റ്റ് ദി നാച്ചുറൽ കലാമിറ്റീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കാം. അപ്പോ ഐശ്വര്യക്കെ, നമ്മൾ റോമൻ ലെറ്റർ എത്ര വരെ എത്തിയിട്ടുണ്ടായിരുന്നു? ഇനി 7ആണ്, 6 വരെ എഴുതിയത്. 6 കഴിഞ്ഞല്ലേ? അപ്പൊ 6ാമത്തിന്റെ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വായിക്കാൻ പറയും റോഷിനി.
Yes, sir. The cricketer and writer dash in town today. ഓക്കെ, അത് എഴുതിയല്ലേ? Yes, sir. യെസ്, അതാണ് ലാസ്റ്റ് എഴുതി അവസാനിപ്പിച്ചത്. Yes, sir. ഓർ നോട്ട് ചെയ്തിരിക്കും എൻ്റെ ഇടയിൽ. മൈ വൈഫ് ആൻഡ് മൈ സെക്രട്ടറി. അത് ഓൾറെഡി നമ്മൾ ചെയ്തതാ സർ. ചെയ്താണോ? ഓക്കെ. അത് എഴുതണ്ട. ഇനി ആരെങ്കിലും അന്ന് ഇല്ലാതെ ചെയ്യുന്നവർ എഴുതിക്കോ. മൈ വൈഫ് ആൻഡ് സെക്രട്ടറി ഡാഷ് നോട്ട് ലൈക്ക് ഈച്ച് അതർ. യെസ്, എന്റെ ആൻസർ ഡു നോട്ട് ആണ് കേട്ടാ. ഡു നോട്ട് അല്ല, ഡു. നോട്ട് അതിനകത്ത് ഉണ്ട്, അവൻ ഡു എന്ന് മാത്രം ചേർത്താണ്. ഡു ഡസ് ഡിഡ് എന്ന് എഴുതുക. അതിനകത്ത് അല്ല, ഡിഡ് വേണ്ട. ഡിഡ് വന്നു കഴിഞ്ഞാല് ശരിയാവില്ല. ഡു ഡസ് ഡോണ്ട് അത് മതി. കാരണം ഡിഡ് വെച്ചും അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഡിഡ് നോട്ട് വെച്ച് എഴുതാം. യെസ്, അപ്പൊ അതുകൊണ്ട് രണ്ട് ആൻസർ ഒരുപോലെ തോന്നിക്കാവുന്നത് വേണ്ട. യെസ്, ഓക്കെ. നെക്സ്റ്റ് ഈസ് റോമൻ ലെറ്റർ 7. റോമൻ ലെറ്റർ 7. അതിന്റെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. കംപ്ലീറ്റ് ദ സെന്റൻസ്. കംപ്ലീറ്റ് ദ സെന്റൻസ് by putting the verbs in bracket in correct tense form. In correct tense form. I will repeat the question. Complete the sentence by putting the verbs in bracket in correct tense form. അതിന്റെ അകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. If I get a reservation, RESERVATIO, reservation. I travel TRAVEL. I travel today itself. ഓക്കെ. എന്നിട്ട് ആ ട്രാവൽ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിലിട്ട്. ട്രാവൽ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റിലിട്ട്. ഓക്കെ, ഞാൻ ഓക്കെ പറയാം. ഓക്കെ ജെറൂഷ, ഞാനേ ഈ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. കംപ്ലീറ്റ് ദ സെന്റൻസ് ബൈ പുട്ടിംഗ് ദ വെർബ്സ് ഇൻ ബ്രാക്കറ്റ് ഇൻ കറക്റ്റ് ടെൻസ് ഫോം. Put in bracket in correct tense form. Complete the sentence by putting the verbs in bracket in correct tense form. അതിന്റെ അകത്ത് ആദ്യത്തെ ചോദ്യമാണ് if I get a reservation I travel today itself. ട്രാവൽ എന്നുള്ള ബ്രാക്കറ്റ് ഉണ്ട്. എന്റെ അടിയിൽ ABC 3 ആൻസർ ചെയ്തിരിക്കും. A will travel, WILL, will travel. B would travel, WOULD, would travel. C could travel. ഓക്കെ, ഗ്രീഷ്മക്ക് കിട്ടിയതാണ് പറയുന്നത്. യെസ്, കുഡ് ട്രാവൽ. പൂരിപ്പിച്ചോളൂ. തനുജാണ് ചാൻസ്. Yes, sir. Sir, will. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. സംശയമുള്ളവർ ചോദിച്ചേക്കണം. എന്തുകൊണ്ട് അവിടെ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അതിങ്ങനെ മറവിയുടെ മാറിടത്തിൽ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ചോദിച്ചേക്ക എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ കൂടി പറയാം. യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ജെറൂഷയോടാണ് ചോദ്യം കേട്ടോ. കേട്ടോ. If I were, WERE, I were you, I
I consult CONSULT, consult a doctor. A doctor. Yes, I will repeat the question. If I were you, I consult a doctor. Bracket A, B, C. A. Shall consult. Shall consult. B. Will consult. CONSULT. Will consult. C. Would consult. Would consult. അതും ഗ്രീഷ്മയ്ക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. ജെറൂഷ, Yes, sir. ആൻസർ പറഞ്ഞു. സമയം എടുത്തോട്ടെ, ഒന്ന് ആലോചിച്ച് ചോദിക്കാം, എന്നിട്ട് പറഞ്ഞാൽ മതി. Sir, option C, would consult. Would consult. Your answer is right. Very good, very good, very good. You get 2 points. അടുത്തത് അമൃതക്കാണ് ചോദ്യം. If they had heard, HEARD, heard the news, 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 they come here. ഒന്നുകൂടി പറയാം. If they had heard the news, they come here. Okay. എന്നിട്ട് ആ കം എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇട്ടു. ABC ആൻസർ എഴുതിക്കോ. A. Would have come. B. Would come. C. Will come. Sir, would have come. അതും ഗ്രീഷ്മയ്ക്ക് കിട്ടിയെന്ന് പറയുന്നു. കറക്റ്റ് ആൻസർ ആണ്. അപ്പോഴത്തെ ഹാഡ് വന്നോണ്ട് ഇവിടെ വുഡ് ഹാവ് വരും. സംശയമുള്ളവർ ചോദിച്ചേക്കണം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആര്യോടാണ്. If you traveled, TRAVELLED, traveled by plane, PLANE, by plane, you reach there, THERE, you reach there on time. Okay, I will repeat the question. If you traveled by plane, you reach there on time. Answer equal. A. Would reach. B. Will reach. Okay, Grishma. Will reach. C. May reach. ആര്യ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ ശരിക്കില്ല എന്ന് പറഞ്ഞു അല്ലേ? വേറെ അങ്ങനൊരു ആൻസർ ഉണ്ടായില്ല. Will reach, would reach, will reach, may reach. May reach. ഉറപ്പിച്ചോ? 100%? ഉറപ്പിച്ചു? മാറ്റാനില്ലല്ലോ? ഇല്ല. യെസ്, അവിടെ നിൽക്കട്ടെ. മേഘന,
Yes, sir. It is. If you have traveled by plane, you would have reached there on time. You would have. Would have. അങ്ങനെ would have എന്ന് പറഞ്ഞൊരു ആൻസറിന്റെ അത് ഉണ്ടായില്ലല്ലോ. Would reach, sir. Would have. Would reach. കയ്യിൽ നിന്നൊന്നും ചേർക്കല്ലേ. ആര്യ, ഇത് മേ അല്ല വുഡ് ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വരുമ്പോ അവിടെ വുഡ്, ഷുഡ്, വുഡ്, മൈറ്റ് ഇത്രയും വാക്കുകൾ വെച്ച് വല്ല. അപ്പൊ ഇതിനു മുമ്പ് ചെയ്ത കാര്യങ്ങൾ ശരിയായിരുന്നോ വിചാരിച്ചൊക്കെ? ഇപ്പൊ നമ്മളിപ്പോ 3 എണ്ണം ചെയ്തല്ലോ, 4ാമത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ 3 എണ്ണം ശരിയായിരുന്നോ വിചാരിച്ചൊക്കെ? അതെ. പിന്നെ എന്താ ഇവിടെ വന്നപ്പോ തെറ്റിപ്പോയേ? യെസ്, ഓക്കെ. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതുന്നല്ലേ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. യെസ്, ഓക്കെ. മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കണ്ടീഷണൽ ഫോം അല്ലല്ലോ. അത് നമുക്ക് ചിന്തിക്കാം. 2 എണ്ണം കണ്ടീഷണൽ ഫോം അല്ലാതെ വന്നിട്ടുണ്ട്. ഒരെണ്ണോ കണ്ടീഷനേ ഉള്ളൂ, വുഡ്. അപ്പൊ അതായിരിക്കും ശരി. ചില ഉത്തരം നമുക്കറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ലോജിക്കിലൂടെ ഉത്തരത്തിലേക്ക് എത്തൂലേ. യെസ്, അടുത്തത്. ഇഫ് ദ ട്രെയിൻ യെസ്, ഒരു ക്വസ്റ്റ്യൻ സംശയമുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2. പറയൂ. സാർ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ, ഏത് വേർഡില്ല ബ്രാക്കറ്റിലുണ്ട്? കൺസൾട്ട്. ഓക്കെ സാർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ട്രെയിൻ ട്രെയിൻ reached REACHD reached on time we meet meet them. If the train reached on time we meet them. Okay, ABC answer. A, would meet. B, would met. MET, would met. C, will meet. Okay, answer കണ്ടുപിടിച്ചോളൂ. റോഷിനി, you are given the chance. Yes, sir. Yes. We would meet them. You? We would meet them. We would meet. അല്ലേ? We would. Is the correct answer. Very good. അടുത്തത്. If you had left earlier, earlier, you reach there, THERE, you reach there early, 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 you reach there early. യെസ്. എന്നിട്ട് ആ റീച്ച് എന്നുള്ളത് ബ്രാക്കറ്റ് ഇട്ടുള്ളൂ. റീച്ച് ഇൻ ബ്രാക്കറ്റ്. അടിയില് ABC ആൻസർ എഴുതിക്കോളൂ. എ, വുഡ് ഹാവ് റീച്ച്ഡ്, കോമ, would have reached. B, will have reached. C, will be reached. Ashes Holy, it is your turn. Will have reached. Eh? You will have reached. Will have reached അല്ലേ? ഉറപ്പിച്ചില്ലേ? ഉറപ്പിച്ച്. ഇനി മാറൂലല്ലോ? ഇല്ല.
യെസ്. ഐശ്വര്യ കെ എം ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഐശ്വര്യ കെ എം ഹലോ, ആക്ഷൻ സ്റ്റോറിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. യോജിക്കുന്നുണ്ട്. വിൽ ഹാവ് തന്നെയാണ് അല്ലേ? യെസ്. ഗ്രീഷ്മ എന്ത് തോന്നുന്നു? സർ ഇഫ് യു ഹാഡ് വരുമ്പം വുഡ് ഹാവ് അല്ലേ വരിക? വുഡ് ഹാവ് ആണ് കറക്റ്റ്. വിൽ ഹാവ് അല്ല, വുഡ് ഹാവ്. വുഡ് ഹാവ് ഈസ് കറക്റ്റ്. നമ്മ അതിനു മുമ്പ് എവിടെ മൂന്നാമത്തെ ആൻസർ ചെയ്തപ്പോ അവിടെ നമ്മൾ ചെയ്തതാണ്. ഇതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, അവിടെ നമ്മൾ ചെയ്തതാണ്. വുഡ് ഹാവ് ആണ് കറക്റ്റ് കേട്ടോ. വുഡ് ഹാവ്, വിൽ ഹാവ് അല്ല, വുഡ് ഹാവ്. ഹാഡ് വന്നതുകൊണ്ടാണല്ലോ സാർ. ഹാഡ് വന്നതുകൊണ്ട് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷൻ പോകും. ഓക്കെ, വെരി ഗുഡ് ഗ്രീഷ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If I had gone there, G-O-N-E, gone there, I meet him. Yes. എന്നിട്ട് ആ MEET മീറ്റ് എന്നുള്ളത് ബ്രാക്കറ്റ്, മീറ്റ് എന്നുള്ളത് ബ്രാക്കറ്റ്. അതിന്റെ അടിയിൽ ABC ആൻസർ എ. വുഡ് ഹാവ് met, MET, met. Would have met. B. Will have met. C. Would have meet, MEET, meet. Fauziya, it is your turn. Yes, sir. പറഞ്ഞോളൂ. ആലോചിച്ച് പറഞ്ഞാൽ മതി, ധൃതിയൊന്നും കൂട്ടണ്ട. ഗ്രീഷ്മക്ക് ഒതുങ്ങി കിട്ടി, എനിക്ക് കിട്ടി. Would have met. അല്ലേ? കറക്റ്റ് ആൻസർ ആണ്. വുഡ് ഹാവ് മെറ്റ്, കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓർമ്മ കൂടി ചെയ്തോളൂ. ഇഫ് സർ അത് ഒന്ന് പറഞ്ഞുതരുമോ? മീറ്റ് വരാണ്ട് എന്താ മെറ്റ് വന്നത്? ഹാവ് കഴിഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുള്ളൂ. ഹാവ് കഴിഞ്ഞാൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മീറ്റ്, മെറ്റ്, മെറ്റാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അടുത്ത്. ഇഫ് I were, W-E-R-E, I were, you, I do this, I do this. I do this. Yes, and then do എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുക്കും. ഡു എന്നുള്ള വേർഡ് ബ്രാക്കറ്റിൽ. യെസ്, എന്റെ അടിയില് ABC. എ. വുഡ് ഡു. B. will do. C. will not do. Yes. Jyoti Lakshmi. Yes, sir. പറഞ്ഞോളൂ. സർ ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഒന്നും പറയാമോ? If I were, ഞാനിപ്പോ ആരോടാണ് ചോദിക്കുന്നത് നേരത്തെ പറയാത്തത് അറിയാമോ? അപ്പൊ അത് കറക്റ്റ് ചെയ്ത് നോക്കിക്കോ അല്ലെ. If I were you, I do this. And would do, will not do.
സർ വിൽ ഡു വിൽ ഡു വിൽഡു. ഇതിനു മുമ്പേക്ക് ജ്യോതി ശരിയായിരുന്നോ? ആദ്യത്തെ 2 തെറ്റിയായിരുന്നു, അത് കഴിഞ്ഞൊക്കെ ശരിയായിരുന്നു. ഇത് തെറ്റിട്ടുണ്ട്. 5 കൂടി ഇപ്പൊ കയറും. ഒന്നും കൂടി ശരിയാക്കി പറഞ്ഞു, ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞു. സാർ കിട്ടുന്നില്ല സർ. ഓക്കെ 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 ഓക്കെ. ആസ്മി Yes, sir. പറഞ്ഞോളൂ. If I were you, I would do this. ഐ വുഡ്. വേർ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്. ഈസ്, ആം, ആർ, ഇത് മൂന്നാണ് പ്രസന്റ്. അതിന്റെ പാസ്റ്റ് ആണ് വാസും വേറും. ഈസാമാറിന്റെ അർത്ഥം ആകുന്നു എന്നാണ്. വാസിന്റെ വേറിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. അപ്പൊ ആകുന്നു എന്നുള്ളൊരു പാസ്റ്റ് ടെൻസ് ആണ് ആയിരുന്നു. അതിന്റെ ഫ്യൂച്ചർ ആണ് ആയിരിക്കും. യെസ്. അപ്പോ പാസ്റ്റ് ടെൻസ് വന്നുകൊണ്ട് വുഡ് വരും. അപ്പൊ നമ്മുടെ വിനി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐശ്വര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ 1-2 പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി അടുത്തത് റോമൻ ലെറ്റർ 8. റോമൻ ലെറ്റർ 8. യെസ്, എഴുതിക്കോളൂ. fill in the blanks. Fill in the blanks with correct 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 tag question. Fill in the blanks with suitable name അല്ലെങ്കിൽ correct tag question. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ഞാൻ പറയണോ? നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റൂലേ? പരീക്ഷക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവും. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. 3 പേരെ പറഞ്ഞോളല്ലേ. 1. ക്വസ്റ്റ്യൻ നമ്പർ 1. They are angry. ANGRY, angry, comma, dash, question mark. They are angry, comma, dash, question mark. And അടിയിൽ A. Aren't they? AREN''T. Aren't they? B. Are they? Are they? C. Will they? Will they? Just now, it is your turn. Just yes, Aparna. Aparna Salu. പറയട്ടെ സാർ. പറഞ്ഞോളൂ. Aren't they? കറക്റ്റ് ആൻസർ ആണ്. ബിനി കറക്റ്റ് ആൻസർ ആയിരുന്നു, ഐശ്വര്യ കറക്റ്റ് ആൻസർ ആയിരുന്നു, ജനൂഷ കറക്റ്റ് ആൻസർ ആയിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. Aren't they? രണ്ടാമത്തെ ചോദ്യം. He has just come. He has just come, comma, dash, question mark. He has just come. A, B, C answer you go. A. Had he? B. Has he? C. Hasn't he? Rinda Varghese. Yes, sir. പറഞ്ഞോളൂ. Hasn't he? Option C. Option C, hasn't he. Okay. Correct ആണ് റിൻഡ. ബിനി, ഐശ്വര്യ കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത്. They came
by 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 air എന്ന് പറയുന്നത് a capital letter air India I capital letter India. They came by Air India, comma, dash, question mark. They came by Air India. ABC, answer equal to A. Didn't they? B. Did they? C. Do they? Sini, it is your turn. Sir, Pardon. Didn't they? Alle? they. Correct answer. Very good. Okay. Bhishma. Okay. Aishwarya. Correct. Yes. Next question. He is not playing, 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 comma, dash, question mark. He is not playing, comma, dash, question mark. A, B, C, answer is equal A. Is he? B. Isn't he? C. Was he? Viniraji. Is he? Correct answer ആണ്. ബാക്കി കുറച്ച് പേര് എഴുതി കാണിച്ചു. റിൻഡ, ഭീഷ്മ, ഐശ്വര്യ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് sorry. I am a student. Yes, I am a student, comma, dash, question mark. I am a student. A, B, C, answer the job. Aren't I? B. Am I? C. Amn't I? Adira Balan. Yes, Jasna Johnny. Yes, Tanuja. Yes, sir. Sir, aren't I? Correct answer. Aishwarya, Bini, correct answer. Okay, very good. Aren't I? அடுத்தது. They don't like milk, milk, comma, dash, question mark. They don't like milk. Adile answer idigo A, B, C. A. Do they? B. Don't they? C. Did they? Jerusha, it is your turn.
Okay, sir. Option A. Do they? Do they? So correct answer. Correct answer. Bini. Correct answer. Aishwarya. Yes. അടുത്തത് he, okay, yes, sir. He knows, KNOWS. He knows me, M-E, me. He knows me, comma, dash, question mark. Okay, A, B, C, and the answer is A. Doesn't he B, does he C, did he Amrita? Yes, sir. Answer is doesn't he? Doesn't he? Say correct answer. Very good, very good, very good. So, Grishma, Vinny, Aishwarya, correct answer. அடுத்தது. Let us take rest, R-E-S-T, rest. Let us take rest, comma, dash, question mark. A, B, C, answer A. Let we അടുത്തത് shall us be, shall us see, shall we Arya, it is your turn. Yes, sir. പറഞ്ഞോളൂ. Shall we? ഉറപ്പിച്ച്? യെസ്. മാറ്റണ്ട? ഇല്ല. ഓ, ഇല്ലാന്ന് പറഞ്ഞതിനോട് ബലൂലല്ല ആര്യ. യെസ്, കറക്റ്റ് ആൻഡ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഷാൽ വി? യെസ്. ഓക്കെ. യെസ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ പിടികിട്ടിയല്ലോ, അതെല്ലാം പിടികിട്ടിയിട്ടുണ്ട് അല്ലേ? യെസ്. യെസ്. ഹെഡിങ് എഴുതിക്കോളൂ. റോമൻ ലെറ്റർ 9. ചോദ്യം ഇതാണ്. യൂസ് appropriate, APPROPRIATE, appropriate. Reflexive, REFLEXIVE, reflexive. Pronouns, PRONOUNS, pronouns. In the following sentences. Okay, I will repeat it once more. Use appropriate reflexive pronouns in the following sentences. അറിയാലോ? യെസ്. അതില് ക്വസ്റ്റ്യൻ നമ്പർ 1. ചോദ്യം ഇതാണ്. We should have faith, FAITH, faith,
in dash. We should have faith in dash. A, B, C answer equal to A. Himself. B. Oneself. C. Ourselves. 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 Meghana, it is your turn. Sir, ourselves. Ourselves. It's a correct answer. Very good, very good. We were ourselves. Other. Saints. 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 സാറേ ഒന്നുകൂടെ പറയോ? Saint. വിശുദ്ധന്മാർ. SAINTS. Saints. Do not pray. PRAY. Saints do not pray for dash. Saints do not pray for dash. എന്നിട്ട് ABC എന്ന് പറഞ്ഞ ആൻസർ ഇരിക്കുക. A. Himself. B. Herself. C. Themselves. Roshni, it is your turn. യെസ് സാർ. സാർ രണ്ടാമത്തെ ഓപ്ഷൻ എന്തുവായിരുന്നു പറഞ്ഞത് സാർ? ഹെർസെൽഫ് എന്നായിരുന്നോ പറഞ്ഞേ? രണ്ടാമത്തെ. ഓക്കെ. സെയിൻസ് ഡു നോട്ട് പ്രേ ഫോർ Themselves. ഉറപ്പിച്ചു. Correct ആണ്. Very good, very good. Themselves are. Yes. Saints എന്ന് വന്നിരുന്നത്. അപ്പൊ മോർ ദാൻ 1 ആയി. ബാക്കി രണ്ട് സിംഗുലർ ആണ്. യെസ്. അതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. യെസ്. അടുത്തത്. We see dash in the mirror. We see dash in the mirror. MIRROR. A. Ourselves. B. Themselves. C. Yourself. Ashes holy. ourselves. ഉറപ്പിച്ചോ? ഇത് ബലൂല്ല. ഉറപ്പിക്ക്. ശരിയാണ് ആൻസർ. യെസ്. ഓക്കെ. കറക്റ്റ് ആണ്. ourselves. ഓക്കെ. ബിനി ഓക്കെ. ഐശ്വര്യ ഓക്കെ. ഗ്രീഷ്മ കറക്റ്റ് ആണ്. യെസ്. They ruined. RUINED. Ruined dash. ABC answer you go. A. Themselves. B. Ourselves. C. Yourself. Aishwarya Gaya. Sir, Yes. themselves. It's a correct answer. Okay, Grishma. Okay, Bini. Okay, Aishwarya. Correct answer. Themselves. Set up. Next question. I will do this work. WORK. Work dash. I will do this work dash. Bracket A, B, C. Here we go. A. Myself.
B. Himself. C. Herself. Ishma, it is your turn. Sir, I will do this work myself. Okay, very good, very good, very good. Myself. Simran, we can really consider. Yes. The young man talks, T-A-L-K-E-S, talks about, the young man talks about dash all the time. All the time. The young man talks about dash all the time. Bracket A, B, C. A. Himself. B. Oneself. C. Herself. Jyoti Lakshmi. Yes, sir. Answer is Himself. himself. Herself. Allah. Him. Yes, correct answer. അവിടെ ഹേഴ്സെൽഫ് വരുമായിരുന്നു. യങ് മാൻ എന്നുള്ളതിന് പകരം എന്ത് വന്നിരുന്നെങ്കിൽ യങ് വുമൺ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, കറക്റ്റ് കറക്റ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ജ്യോതിലക്ഷ്മി, ഇത് പറഞ്ഞാൽ മതി. One should love his wife. One should love his wife. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഈ സെന്റൻസിൽ മിസ്റ്റേക്ക് ഉണ്ടോ? One should love his wife. One should love his wife. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണം. സർ, ഈ വൺ എന്നുള്ളത് വേണ്ട. വേണ്ട. അപ്പൊ എങ്ങനെ വേണം? He should love his. വൺ കളയാൻ പറ്റില്ല. വൺ വേണം. അത് കറക്റ്റ് ആണ്, സമ്മതിച്ചു. ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണ്. വൺ കളയാണ്ട. വൺ നിലനിർത്തിക്കൊണ്ടത് കറക്റ്റ്. One should love. പകരം അല്ല, ആദ്യം തന്നെ ഇത് ശരിയാണെന്ന് പറയും. തെറ്റാണ് ശരിയാണെന്ന് പറയും. സെന്റൻസ് കറക്റ്റ് ആണ്, ഒന്നും ചെയ്യണ്ട. വൺ ഷുഡ് ലവ് ഹിസ് വൈഫ്. ഒരു കറക്റ്റ് ആണ്. അത് കറക്റ്റ് അല്ല, മിസ്റ്റേക്ക് ഉണ്ട്. ബിലി പറയുന്നത് തെറ്റാണെന്ന്. One should love his wife. യെസ്, ആ ഹിസ്സിലാണ് മിസ്റ്റേക്ക് എടുക്കുന്നത്. നിറൂഷ മിണ്ടരുത്, കറക്റ്റ് ആണ് പറഞ്ഞത്. യെസ്. സർ, one should love his wife എന്നാണ് വരുന്നത്. വൺ ഷുഡ് ലവ് ഹിസ് വൈഫ് എന്നാണ് സെന്റൻസ്. യെസ്. ഒരു തരം അറിയില്ല, പറയൂ. ഓക്കെ, അവിടെ ഹിസ് മാറ്റണം. ഹിസ് തെറ്റാണ്. വൺസ് ആണ് കറക്റ്റ്. ONE. ഒരുവന്റെ ഭാര്യയെ സ്നേഹിക്കണം. സബ്ജക്റ്റ് ഉപയോഗിക്കുന്നതും ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്ന തമ്മിലൊരു ലിങ്ക് ഉണ്ട്. യെസ്. ഒരുവൻ അവന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ വേറെ ആളുടെ ഭാര്യയും. ഒരുവൻ ഇവിടെ കിടക്കണ അവന്റെ ഭാര്യയെ സ്നേഹിക്കാൻ പറയുമ്പോൾ ഒരുവന്റെ ഭാര്യയെ സ്നേഹിക്കണം. പക്ഷെ ജ്യോതി ആദ്യം പറഞ്ഞ കറക്റ്റ് ആണ്. ഹി ഷുഡ് ലവ് ഹിസ് വൈഫ് കറക്റ്റാണ്. ഞാൻ വൺ മാറ്റാതെ പറയാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. വൺ ഷുഡ് ലവ് വൺസ് വൈഫ്. യെസ്. അടുത്തത് ഷീ blamed, BLAMED, blamed dash for the mistake. She blamed dash for the mistake. A, B, C. Answer is equal A. Herself. B. Himself. C. Itself. Ask me.
Yes, sir. നേരത്തെ എന്താ പറഞ്ഞേ? ഹിംസെൽഫ് കഴിഞ്ഞിട്ട് itself, it itself. Asmi, പറഞ്ഞോളൂ. Option A, herself. It's the correct answer. Okay, Jessa. Okay, Grishma. Okay, Aishwarya. Okay, Vinny. Correct answer. No. Yes. I want you. I want, W-N-T, want you. You dash to undertake this responsibility. I will repeat the question. I want you dash to undertake this responsibility. Bracket le ABC answer igo A. Yourself. B. Themselves. C. Myself. Okay. Aparna. ഒരു ഡൗട്ട് ഉണ്ട്. Yes, doubt one. Yes. ഇവിടെ തന്നെ അഭിപ്രായമായി. യു എന്ന് പറഞ്ഞാൽ യുവർ സെൽഫ് ആണോ മൈസെൽഫ് ആണോ എന്നൊരു കൺഫ്യൂഷൻ. Yes. അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്പിൾ ചോയ്സിൽ രണ്ടും ആൻസർ കിട്ടുന്നത്. എന്നാലല്ലേ എനിക്ക് നിങ്ങളെ തെറ്റിക്കാൻ പറ്റും. ഒരെണ്ണത്തിൽ പുറക്കി ഏതെങ്കിലും ഇനി അതുമല്ല ഒരു കാര്യം ചെയ്യും. പറഞ്ഞു യുവർ സെൽഫ് ആണെന്ന് തോന്നുന്നു. യുവർ സെൽഫ് ഉറച്ചു. റിൻഡ ബിനി രാജീവ് ഇനി നേരത്തെ എഴുതി കാണിച്ചത് മൈസെൽഫാണ്. മാറുന്നുണ്ടോ അതിൽ ഉറച്ചു നിൽക്കുന്നു? മൈസെൽഫ്. ഓക്കെ. ഇവിടെ ഒരു ജസ്ന ജോണി. യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾ അതിന്റെ മീനിങ് കൂടി ഒന്ന് നോക്കണം. ഓക്കെ. ഐ വാണ്ട് യു, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറയൂ? ഇല്ല. കറക്റ്റ് ആൻസർ ഏതാണ്? യുവർ സെൽഫ്. ഐ വാണ്ട് യു യുവർ സെൽഫ്. ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ തന്നെ. മീനിങ്ങും കൂടി നോക്കണം. ഇവിടെ ഐ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിന് മൈസെൽഫ് പഠിക്കാൻ തോന്നും. അപ്പൊ അതിന്റെ മീനിങ് നോക്കുക. ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ തന്നെ എന്ന് പറയുമ്പോ കല്ല് കടിക്കണില്ലേ? യെസ്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്റെ ഉത്തരവാദിത്വം വേണം. യെസ്. യുവർ സെൽഫ് ആണ് കറക്റ്റ് ആൻസർ. ഞാൻ വിചാരിച്ചു പിന്നെ അത് കറക്റ്റ് ആക്കുവാണ്. ഓക്കെ. അടുത്തത് the bird flies, F-L-I-E-S, flies by B-Y, by dash. The bird flies by dash. A, B, C. A, itself. B, bird self. C, himself. Tanuja. Yes, sir. Sir, itself. പക്ഷികള് പൂച്ച അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് itself മതി. itself. ഓക്കെ. യെസ്. അപ്പൊ നമ്മളിപ്പോ 9ാമത്തെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ചും കൂടി ഉണ്ട്, അതുകൂടി അങ്ങനെ പറയാം. അടുത്ത 1-2 ക്ലാസ് കൂടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാകും. ഓക്കെ.
ഇത് ഞാൻ നിങ്ങളെ കൂടി ചെയ്യിപ്പിച്ചതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് വേണമെങ്കിൽ ഇതങ്ങാനും PDF ഫയലായിട്ട് തരാം. പക്ഷെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അതങ്ങോട്ട് പതിയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെനക്കെട്ടിരുന്നത് നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. അതല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കലൊക്കെ ചിലപ്പോൾ തിരക്കുള്ള ആളുകളല്ലേ. അതുകൊണ്ട് സാർ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറ, അപ്പൊ നമുക്ക് റൗണ്ട് ചെയ്ത് 10 മതി. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ റൗണ്ടിൽ എടുത്താൽ മതി. ഏത് റോം ലെറ്ററാ? അല്ല, ഇപ്പൊ 9 പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഒരെണ്ണം കൂടെ പറഞ്ഞ ഓക്കെ 10. യെസ്, ഓക്കെ. ഞാൻ താങ്കളുടെ അഭിപ്രായം മാനിച്ചു. യെസ്, എഴുതിക്കോ. ഷീ ഡാഷ് found out, FOUND, found out her mistakes. She dash found out her mistakes. ഇതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല, എഴുതിക്കോളൂ. അലോഷി എന്നെ പറഞ്ഞു, ആശ സൂര്യ എന്നെ പറഞ്ഞു. herself. Herself, correct answer. Very good. Herself. Yes. So we will meet in the next class. Okay. Yes. Thank you, Sir, sign out on that. Okay. What that? Yes. I don't know. As we come, sir, ഞാൻ ജെറുഷ. Okay, Jerusha. Okay, sir. As we come to the end of today's class, let's end with something fun and brainy. Shall I ask some riddles? Yes, continue. Okay, sir. First question. I have a face but no eyes, hands but no arms. I tell you when it's time to act or stay calm. What am I? ക്ലോക്ക്. Clock. Yes, correct. Okay. Second question. I can shake the ground and make buildings fall, but people can stay safe if they plan for it all. What am I? സാർ ജെറുഷ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? ഒന്നുകൂടെ വായിക്കാം. അവകാശം Okay. പേര് വിട്ടു പറഞ്ഞാൽ മതി കേട്ടോ. Okay, sir. I can shake the ground and make buildings fall, but people can stay safe if they plan for it all. What am I? JCB ആണ്. JCB? അല്ല. ആൻസർ പറയട്ടെ? An Yes. earthquake. Sir, എന്താ answer earthquake. ആൻസർ ഒന്നും കൂടെ പറഞ്ഞേ. Earthquake. മനസ്സിൽ വിചാരിച്ചില്ലാണല്ലോ. മൂന്നാമത്തെ question. I am made of water, but I can drown towns. Stay away from me when I come around. What am I? Fire. No. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയൂ. Okay. I am made of water, but I can drown towns. Stay away from me when I come around. What am I? Sea. Flood ആണോ? Yes. Correct. And last question. I am a small flame that can grow so high. If not stopped, I reach the sky. What am I? സ്റ്റാർ ആണോ? Question ഒന്നുകൂടെ വായിക്കാം. I am a small flame that can grow so high. If not stopped, I reach the sky. What am I? ഫ്ലൈ ആണോ?
ഫ്ലൈ അല്ല. കൈറ്റ് അല്ല ആൻസർ പറയാം. റോക്കറ്റ് ആണോ? ഫ്ലൈ Rocket അല്ലേ? ഇല്ല. ഫ്ലൈ അല്ലേ? അല്ല. ആൻസർ പറയട്ടെ. ഞാൻ 10 മണിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. എന്റെ കൂടെ 10 മണിന്ന് പറഞ്ഞു. മണ്ണെണ്ണ ഉണ്ടോ? ആൻസർ പറയട്ടെ. പറഞ്ഞോളൂ. കൈറ്റ് ആണോ ജെറുഷ? ഫയർ. Let's always stay alert and ready because being safe is being smart. Thank you and have a nice day. Okay, very good, Jerusha, for your wonderful question. Yes, young, energetic, and answer. Okay, very good. Thank you, sir. Thank you.